ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഇംപെക്സിന്റെ ഒരു ടി വി മേടിച്ചിരിക്കുന്നത്. സോ അതിന്റെ ഫിറ്റിങ്ങും കാര്യങ്ങളും അതേപോലെ അതിന്റെ വിശേഷങ്ങളും അൺബോക്സിംഗും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. 43-inch LED ടി വിയാണ്. പിന്നെ ഈ ഇംപെക്സ് തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം ഇവിടെ മിക്ക ടിവിയും 1 year ആണ് വാറണ്ടി കൊടുക്കുന്നത്. പക്ഷേ ഇംപെക്സിന് 2 years ആണ് ഇവിടെ വാറണ്ടി ഉള്ളത്. അതൊരു റീസൺ ആണ്. പിന്നെ അതേപോലെ തന്നെ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആൻഡ് ഫീച്ചർ ലോഡഡ് ടി വിയാണ്. അതായത് ഈ ഒരു ബഡ്ജറ്റിനനുസരിച്ച് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു ടി വിയാണ്. ഇതൊരു 1.5 GB റാമും 8 GB റോമും വരുന്ന ഒരു ടി വിയാണ്. പിന്നെ 1080 ഫുൾ HD ആണ്. ഇവിടെ ഇതിന്റെ 4K വരുന്നില്ല. അതായത് 43 ഇഞ്ചിൽ 4K വരുന്നില്ല. 55 ഇഞ്ചിലാണ് ഇവിടെ 4K വരുന്നത്. അതായത് തീരെ വരുമോ ഇല്ലേ എന്നല്ല, ഇപ്പോൾ ഇത് അവൈലബിൾ അല്ല. ഞാൻ ഇവിടുത്തെ മെയിൻ മാളിലൊക്കെ ചോദിച്ചു നോക്കി. സോ ഗൈസ്, അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഇത് നമ്മൾ ഓപ്പൺ ആക്കി ഇപ്പോൾ കണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ഇത് നല്ല വൃത്തിയിൽ മിക്ക ടി വിയും ഇങ്ങനെ തന്നെയും പാക്ക് ചെയ്തിട്ടുണ്ടാവുക, തെർമോക്കോളൊക്കെ വെച്ചിട്ട്. പിന്നെ നമ്മളത് ഓപ്പൺ ചെയ്ത പാടുന്ന നമുക്ക് ഇതിൻ്റെ 2 സ്റ്റാൻഡ് കിട്ടിയിട്ടോ. പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് കിട്ടിയത് ആ ഒരു ചെറിയ ബോക്സിലുണ്ടായത് ഇതിൻ്റെ വാൾ മൗണ്ട് ആണ്. പിന്നെ ഓഫ് കോഴ്സ് ഇതൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിമോട്ട് കിട്ടി. റിമോട്ട് പിന്നെ അതേപോലെ തന്നെ ഇത് മൗണ്ട് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസും ഉണ്ടായിരുന്നു, ആക്സറീസ് ഉണ്ടായിരുന്നു. സോ ഇതൊക്കെയാണ് നമുക്ക് ഈ ടി വിൻ്റെ ബോക്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സാധനം. അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ നമ്മൾ അടക്കി ഒതുക്കി വെച്ച് അടക്കി ഒതുക്കി വെച്ചിട്ടില്ലേ, ഭാര്യ വെച്ചിട്ട് അതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്ത് ആ മൗണ്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. ഇവിടെ 4 സ്ക്രൂ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ വാഷേഴ്സ് ഉണ്ടായിരുന്നു. സോ അത് എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക്കോ ABS പ്ലാസ്റ്റിക്കോ അങ്ങനെ എന്തോ ആണ് സംഭവം. സോ അതിലായിരുന്നു. വളരെ സിമ്പിളായിരുന്നു. ഈ 4 സ്ക്രൂ വാഷിൻ്റെ ഉള്ളിൽ വെച്ച് ഫിറ്റ് ചെയ്യലും പിന്നെ നേരെ വാൾ മൗണ്ടിലേക്ക് വെക്കാനും അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതൊരു HDR10 ഡിസ്പ്ലേ ആണ്. ഇതിൽ ഗൂഗിൾ TV വരുന്നുണ്ട്. അതൊരു മെയിൻ ഫീച്ചറാണ് ഇതിലത്തെ. സോ ഞാനത് എടുത്ത് പറയാൻ കാരണം ഇതാണ്, ഞാനിവിടെ പല TV ബ്രാൻഡ്സ് ചോദിച്ചതിൽ ഈ ബഡ്ജറ്റിൽ ഗൂഗിൾ TV വരുന്ന ഒരു TV ഇതാണ്. പിന്നെ ബാക്കിയുള്ള എല്ലാത്തിലും ഇപ്പോഴും ആൻഡ്രോയിഡ് 12 ഒക്കെയാണ് വരുന്നത്, 12, 11. പിന്നെ ഓഫ് കോഴ്സ് ഓരോ LG, അക്കായി അതേപോലെ അങ്ങനത്തെ പല ടിവികളും ഞാൻ ചെക്ക് ചെയ്തിരുന്നു. അവർക്കൊക്കെ അവരുടേതായ OS ആണുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു സൈസിലാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വൈഫൈ ഓഫ് കോഴ്സ് എല്ലാ സ്മാർട്ട് ടിവിയിലും കാണും വൈഫൈ, ബ്ലൂടൂത്ത്, ഡോൾബി സിസ്റ്റം, പിന്നെ ഇൻബിൽട്ട് ഒരു ക്രോം കാസ്റ്റും വരുന്നുണ്ട് കേട്ടോ. ഇംപെക്സ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ്. ഞാൻ നാട്ടിൽ യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. എനിക്ക് എൻ്റെ ഫ്രണ്ട് ശ്രീജു ആണ് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. കാരണം അവൻ ഇംപെക്സ് യൂസ് ചെയ്തിട്ട് അവന് വളരെയധികം ഇഷ്ടമായി. സോ അവൻ കൊച്ചിയിൽ ജോബ് ചെയ്യുന്ന ടൈമിൽ അവിടുത്തെ റൂമിലേക്ക് അവൻ മേടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ വീട്ടിലേക്കും ഈ TV മേടിക്കേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ അവൻ ഈ സെയിം ഇംപെക്സാണ് മേടിച്ചത്. അതിൻ്റെ മുന്നേ അവൻ സോണി യൂസ് ചെയ്തിരുന്നു, പല ടിവികളും യൂസ് ചെയ്തിരുന്നു. അങ്ങനത്തെ യൂസേജിൻ്റെ ശേഷം അവൻ എന്നോട് സജസ്റ്റ് ചെയ്ത് ഒരു TV ഇതായിരുന്നു കേട്ടോ, നീ ഇത് മേടിച്ചാൽ മതി. ഇത് കാരണം അവന് ഇതൊക്കെ മേടിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ അവൻ തന്നെ അവൻ്റെ വീട്ടിൽ ചെറിയ രീതിയിലൊരു എന്താ പറയുക ഹോം തിയേറ്റർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ് ഇതിനെ സംബന്ധിച്ച്. സോ അവൻ്റെ ഒരു സജഷൻ ആയി TV കേട്ടോ. ആൻഡ് ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഇത് ഞാൻ വീട്ടിൽ ഇംപാക്സ് എടുക്കുന്ന ടൈമിൽ പറഞ്ഞതാണ്. ഞാൻ അതുകൊണ്ട് വളരെ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് തന്നെയാണ് ഈ TV ചൂസ് ചെയ്യാൻ കാരണം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് 2 year വാറണ്ടി ഉണ്ട്. പിന്നെ എന്താന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു ഡോൾബി സിസ്റ്റം ആണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൽ അത്യാവശ്യം ആപ്സ് ഒക്കെ ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ട് വരും. സോ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. സോ ഫിറ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ ഇതൊക്കെ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് വന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, യൂട്യൂബിൽ നിന്ന് എടുത്ത് നോക്കാം, നമ്മുടെ ചാനലിലേക്ക് ഇതിലെങ്ങനെ കാണുന്നതൊക്കെ നോക്കാമല്ലോ. സോ ഇത്തിരി ടൈം ലാഗൊക്കെ ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല. ഫസ്റ്റ് നമ്മൾ റെസ്റ്റോറൻറ്റ് പോയൊരു വീഡിയോ ഉണ്ടായിരുന്നു. സോ അതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. സോ അറ്റ്ലീസ്റ്റ് നമ്മൾ വീഡിയോ കാര്യങ്ങളും അതിൻ്റെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയെന്ന് മനസ്സിലാവുമല്ലോ. ഓക്കെ, 360 ഡിഗ്രി കിട്ടിയിരിക്കുന്നു. എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വലിയ കുഴപ്പമില്ല അല്ലേ, 1080p അല്ലേ, അതിനനുസരിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ഫ്രം ബിൻഷാദ്.